എല്ലാവർക്കും സ്വാഗതം. ഷാജി ആണെങ്കിൽ പിന്നീട് അവിടെ കൂടിയിട്ടുള്ള നാട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ചേട്ടൻ ഷാജിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ആ പെൺകുച്ചിനെ അറിയായിരുന്നു അല്ലേന്ന്. എനിക്കറിയായിരുന്നു, അല്ലാതെ പിന്നെ നിങ്ങളൊക്കെ കൂടി എന്നാ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഗോപനോ ഓമനക്കുട്ടിനെ എവിടെയെന്ന് ചോദിക്കൂ കേട്ടോ. എന്നിട്ട് അവരെ വിളിച്ചിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കൂടി എന്നാ പണിയായി കാണിച്ചുകൊണ്ടിരുന്നത്, ഒരു പെണ്ണിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നിർത്തിയിരിക്കുക, എന്നിട്ട് അത് കത്തിച്ചിട്ട് നീയൊക്കെ എത്ര വർഷം ജയിലിൽ പോയി കിടക്കും, എത്ര പോലീസുകാരുടെ ഇടി കൊള്ളേണ്ടി വരും, അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണെന്നാണോ നീയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോപൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ പെങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഞങ്ങളെ പെങ്ങളെ ദ്രോഹിച്ചവരോട് എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോഴാണ് ഷാജി പറയുന്നത്, അത് സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്, അല്ലാതെ അവിടുത്തെ മകളൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കൊച്ചു അനാഥാലയത്തിൽ നിന്നാണ് വരുന്നത്, അത് ഇങ്ങനെ ജോലിയെടുത്ത് കിട്ടുന്ന പൈസ എല്ലാം അനാഥാലയത്തിന് അരി വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഗോപൻ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ആ സമയത്ത് ഗോപനെ അടിക്കുകയൊക്കെ ചെയ്തല്ലോ ഷാജി, അപ്പം അതിനും കൂടെ ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിന്നെ ആ സമയത്ത് അടിക്കുകയൊക്കെ ചെയ്തു, അപ്പോൾ എന്തിനും ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നവരെ ഒന്ന് പിടിച്ച് മാറ്റേണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഇനിയിപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചേക്കേണ്ട കേട്ടോ. ആ പെങ്കൊച്ചിനെ കുളിക്കാൻ കയറ്റിയിരിക്കുകയാണ്, ഇനിയിപ്പോൾ അത് കുളിച്ചിറങ്ങുമ്പോൾ കുറച്ച് ചോറ് കൊടുക്കണം, എന്നിട്ട് അതിനെ കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജി അവിടെ നിന്ന് അങ്ങ് പോവേ. അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യയുടെ ആ കോളനിയിലുള്ള ഒരുത്തൻ തന്നെ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലോ, അലീനനെ ദേഹത്ത് മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ CI രമേശ് നമ്പ്യാരല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. രമേശ് നമ്പ്യാരാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണാടിപ്പറമ്പ് കോളനിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സ്വർണ്ണക്കടക്കാരൻ്റെ മകള് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ശരണ്യനെ കാണാൻ വേണ്ടിയിട്ട്. അതിനെല്ലാവരും കൂടെ അവിടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു കൊലപാതകം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പേടിച്ച് അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, നീ ആ വീഡിയോ സെൻഡ് ചെയ്യേ, എന്താ പെങ്കൊച്ചിൻ്റെ പേര് നോക്കുമ്പോൾ അലീന എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ആ CI കൂട്ടരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് കേട്ടോ കണ്ണാടിപ്പറമ്പ് കോളനിയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നീട് അലീന കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഷാജിയുടെ അമ്മ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാജി ഇങ്ങനെ അലീനയോട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ മുഖത്തൊക്കെ നല്ല പാടുണ്ട് കേട്ടോ. ആ ഗോപൻ അടിക്കുക എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആരോ ഒരാൾ അടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ മുഖത്ത് നല്ല പാടുണ്ടല്ലോ. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടിയതാണെന്ന് പറയുന്നതാണ് കേട്ടോ അലീന പറയുന്നത്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അലീനയോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരണ്യനെ കാണണം, എനിക്ക് അവളെ ആശ്വസിപ്പിക്കാനും ഒക്കെ പറ്റുമെന്നൊക്കെയാണ് അലീനയും ഷാജിനോട് പറയുന്നത്. അപ്പോൾ നിനക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് ആ കരുണാലയത്തിൽ നിന്ന് വല്ല അങ്ങനെ കന്യാസ്ത്രീമാരെ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ പോരായിരുന്നോ, ഇന്ന് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നിയില്ല എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് പൊട്ടിയാണല്ലേ മണ്ടിയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിലെ രുചിയൊന്നും ഉണ്ടാവില്ല ഭക്ഷണത്തിന്, ഇത് ഓട്ടോക്കാരൻ്റെ വീട്ടിലെ ഊണാണ് കേട്ടോ എന്നൊക്കെ പറയേ. അത് കഴിഞ്ഞ് പിന്നീട് ഇതൊക്കെ പറയുന്ന സമയത്ത് അലീനയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാജിയുടെ പെങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഷാജി ചേട്ടാ അതിന് വഴക്ക് പറയാതെ അതെന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടല്ല, അരമണിക്കൂർ മുന്നേ ഞാൻ മരണത്തിന് മുന്നിൽ കൈ കൂപ്പി നിൽക്കുമായിരുന്നു, ഇങ്ങനെ ഷാജി ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കരിക്കട്ടെ ആയേനെ എന്ന് പറയുമ്പോൾ ഷാജിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, മോളെ അതൊക്കെ ഒരു ദൈവനിശ്ചയമാണ്, ഷാജി ഇങ്ങനെ എന്നും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ്, ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിനാണ് വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ ഷാജിയും പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇവിടെ അടുത്ത് ഓട്ടം കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്, അപ്പോൾ വീട്ടിൽ കയറി ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, അല്ലാതെ ഞാൻ വലിയ കാര്യം ചെയ്തു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ ഷാജിയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഷാജി അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പോൾ എനിക്ക് ശരണ്യനെ ഒന്ന് കാണണം എന്ന് പറയേ അലീന. അപ്പോൾ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങനെ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതിനൊന്നല്ല, എനിക്കിങ്ങനെ ശരണ്യനെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഷാജി പറയുകയാണ്, സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒന്നും കൊടുത്തിട്ട് അതിന് പറ്റിയിട്ടില്ല, പിന്നെയാണോ അലീന എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ശരിയാണ്, ഞാൻ ഇങ്ങനെ സൈക്കോളജിസ്റ്റും ഒന്നുമല്ല, പക്ഷേ എനിക്ക് അവളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഷാജിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്ക് പോകണോ, നിനക്ക് പേടിയൊന്നുമില്ല കൊച്ചേന്. അപ്പോൾ അലീന പറയും, വന്ന കാര്യം നടക്കണ്ടേ, എന്തായാലും ശരണ്യനെ കാണാൻ പോകണം എന്ന് തന്നെയാണ് കേട്ടോ അലീന പറയുന്നത്. എന്തായാലും പിന്നീട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അലീനയാണെങ്കിലും. അപ്പോൾ ഷാജിക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഷാജിയുടെ അമ്മ ബാഗൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളുടെ ബാഗാണിത്, ആ പിടിവലി നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ ഇത് തിരിച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും അലീന പറയുന്നുണ്ട്. അപ്പോൾ ഷാജി പറയും, അതിലുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയട്ടോ. അപ്പോൾ അതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, ഫോണും പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള പൈസയേ ഉള്ളൂ, അത് ഇതിലുണ്ട് എന്ന് പറയുകയും ചെയ്യും. എന്തായാലും ഞാൻ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോഴും അവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് നോക്കി
നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവളെന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ എന്നുള്ള സംസാരമൊക്കെ ഉണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മയും അച്ഛനും അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓമനക്കുട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓമനക്കുട്ടനോട് അകത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നിന്നെ കണ്ടാൽ അവൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പറയും. പക്ഷേ ആ കുട്ടി പോകുന്നൊന്നുമില്ല കേട്ടോ. അലീന ചെന്നിട്ട് എന്തായാലും ശരണ്യനെ കാണണം എന്ന് പറയുമ്പോൾ എന്തിനാ അവളെ കാണുന്നത് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊരു പെണ്ണല്ലേ, ഞാൻ അവളെ ബലം പ്രയോഗിച്ചൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ, എന്നെ ഇങ്ങനെ എന്താ തെറ്റ് ചെയ്തു എന്നറിയാതെ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കൊല്ലാൻ നിർത്തിയിരിക്കുമല്ലായിരുന്നോ, എന്നിട്ട് പിന്നെ നിങ്ങളൊക്കെ ജയിലിൽ പോയി കിടക്കുക എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവളെ ഒന്ന് കാണണം, അവളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും എനിക്ക് കഴിയും. എനിക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, രേവതിക്കുട്ടി, അവളെപ്പോലെ തന്നെയാണ് എനിക്ക് ശരണ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യയുടെ റൂമൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ശരണ്യയുടെ അമ്മ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഇങ്ങനെ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അലീന ചെന്ന് ബെഡിലിരിക്കും കേട്ടോ. എന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യാണെങ്കിലും തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ലൈറ്റ് ഇടുമ്പോൾ ശരണ്യയ്ക്ക് പേടിയായിട്ടോ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ അത് അണച്ചേക്കാനായിട്ട് അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് അമ്മ ഓഫാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അലീനയാണെങ്കിലും ഇങ്ങനെ ശരണ്യയുടെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ അതിൽ കയ്യിൽ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരണ്യാണെങ്കിലും ഇതാരാ എന്ന് അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എണീറ്റെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ പിടിച്ചെണീപ്പിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ ചേച്ചിയാണ് ഞാൻ, നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ എല്ലാ സങ്കടങ്ങളും എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തലോടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശരണ്യാണെങ്കിലും അപ്പോൾ കരയാണ് കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ സങ്കടങ്ങളെ നീ എന്നോട് പറയും എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. മോൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് കുളിച്ച് നല്ലൊരു വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയായി, നമ്മളായി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിന്നെ ദ്രോഹിച്ചവരുടെ ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല, അവരൊരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചെയ്ത പാപം ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ശരണ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തിനാന്ന്. അപ്പോഴാണ് ശരണ്യനോട് അലീന പറഞ്ഞു കൊടുക്കുന്നത്, ഒരു നല്ല സോപ്പൊക്കെ തേച്ച് ഒന്ന് നന്നായിട്ട് കുളിച്ച് നല്ലൊരു വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളായി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എപ്പോഴേക്കും ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും ശരണ്യനെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അലീനയ്ക്ക് പറ്റുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പിന്നീട് ശരണ്യയുടെ അമ്മ പോയിട്ട് ശരണ്യയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അലീന ശരണ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചായയൊക്കെ ഇങ്ങനെ ശരണ്യനോട് തന്നെ കുടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ അത് വാങ്ങിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം എന്തോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലീന അത് സ്പൂണിൽ കോരിയിട്ട് കൊടുക്കുമ്പോൾ ശരണ്യ മുഖം അങ്ങ് തിരിക്കും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഒന്നും കഴിക്കില്ല, കുറച്ച് കഞ്ഞിവെള്ളം മാത്രം കുടിക്കുകയുള്ളൂ എന്ന് പറയേ. അപ്പം മോളെ ഇത് കഴിക്കുകയെന്ന് പറയും കേട്ടോ. അലീന ഭയങ്കര സ്നേഹത്തിലാണല്ലോ ഇങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ശരണ്യ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ അലീന ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയിട്ടുണ്ട്, നമുക്കും മുന്നോട്ട് പോകാം, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ കഴിക്കുന്നത് കാണുമ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. അലീന ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു, പാലായിലെ വീട്ടിലേക്ക് ജോലിക്ക് വന്നതാണ്, അനാഥാലയത്തിലാണ് വളർന്നതെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. എന്തായാലും ശരണ്യനെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അലീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു ഷാജിനോടും. പോരാൻ നേരത്ത് ഷാജിയുടെ അമ്മയോടും ഒക്കെ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല അയൽക്കാരെ കണ്ടു, എനിക്കിങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ തന്നെ ധരിക്കാൻ ഡ്രസ്സൊക്കെ നിങ്ങൾ തന്നു, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അലീന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ഫോണിൽ അലീനേനെ മണ്ണെണ്ണ ഒഴിച്ച് ഇതാക്കുന്ന ആ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ടേക്ക് കയറി ചെന്നതെന്ന് കേട്ടോ. ശരണ്യയുടെ വീട്ടിലേക്ക് കയറി ചെന്ന കാര്യമായിരിക്കും ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് രമേശ് നമ്പ്യാർ കിടപ്പാട്ടൂരിലേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്